ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് പിന്നെ സന്തോഷിനെയും ശ്രീലക്ഷ്മിനെയും എല്ലാവരും കൂടെ യാത്രയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ വിക്രമിനെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ബാക്കിയുള്ളവർ അവിടെ അങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ. അവിടെ വിക്രമും വേദയും പള്ളിയിലച്ഛനും അതുപോലെ വർഗീസും മേരിച്ചേച്ചിയും സേതു എല്ലാം കൂടെയാണ് കൂടി നിൽക്കുന്നത്. അന്നേരം അച്ഛൻ ഇങ്ങനെ പറയാണ്, എന്തോ ഒരു നിയോഗം പോലെയാണ് അവരിവിടേക്ക് എത്തിച്ചേർന്നത്. ഇത്രയും കാലം അവർ പോലും അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയാണ്. അവർ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ആ കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനോ നിയോഗിക്കപ്പെട്ടവരാണ് ഇവർ എന്ന് എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സത്യമാവുകയും ചെയ്തു. ദൈവം കൂട്ടി യോജിപ്പിക്കാൻ തീരുമാനിച്ചവരെ ആർക്കും പിരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഇവരിലൂടെ തന്നെ ദൈവം അത് നടത്തി കൊടുക്കുകയും ചെയ്തു. അതന്നെ വലിയൊരു ഭാഗ്യം എന്നൊക്കെ അച്ഛനിങ്ങനെ പറയുമ്പോൾ അന്നേരം വിക്രം പറയാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു തീരുമാനം മാത്രമല്ല, നിങ്ങളെല്ലാവരുടെയും സഹായം കൊണ്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. അന്നേരം അച്ഛൻ പറയാണ്, നീയും നിൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും കൂടെ വേദയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ദൗത്യമൊക്കെ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഇവരുടെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇവർ നാളെ മടങ്ങുകയാണ്. അന്നേരം മേരിക്ക് വിഷമമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഇനിയും ഞങ്ങൾ ഇവിടേക്ക് തന്നെ വരും. ഞങ്ങളുടെ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ എന്തായാലും നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ വരും. അങ്ങനെ അവരോടൊക്കെ നന്ദി പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് അനിയൻകുട്ടനെയും കൂട്ടിയിട്ട്. അന്നേരം വർഗീസേട്ടനോട് പറയും, എനിക്ക് കുറച്ച് സമയം ജീപ്പ് ഒന്നും കൂടെ വേണം, അനിയൻകുട്ടനെ വീട്ടിലാക്കിയിട്ട് ഒരിടം വരെ പോവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജീപ്പ് എടുത്തിട്ട് അവർ പോവാണ്. പിന്നീട് അവർ അനിയൻകുട്ടനെ വീട്ടിലാക്കിയതിന് ശേഷം രണ്ടുപേരും കൂടെ മലമുകളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ ഇങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിക്രം പറയാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനം എടുത്ത സ്ഥലമല്ലേ ഇത്. സന്തോഷിനെയും ശ്രീലക്ഷ്മിയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മലമുകളിൽ വെച്ചിട്ടാണല്ലോ തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഇവിടെ ഒന്നും കൂടെ വരണം എന്ന് തോന്നി എന്ന് പറയാണ് കേട്ടോ. എന്തായാലും നാളെ കാലത്ത് തന്നെ നമുക്ക് തിരിച്ചു പോകാം നാട്ടിലേക്ക്. കുറേ കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ വേദ അതേന്ന് പറയും. എന്നിട്ട് വിക്രം പറയാണ്, എൻ്റെ അച്ഛനോട് ചെയ്തതിന് എനിക്ക് കണക്ക് ചോദിക്കണം, അതുപോലെ അനിയൻകുട്ടനെ ഇങ്ങനെ ആക്കിയതിന്, പുളിക്കനെ കൊന്ന് തെളിവില്ലാതാക്കിയതിന്, അങ്ങനെ ഓരോന്നിനും എനിക്ക് വരുണിനെ കൊന്നതിനും എല്ലാറ്റിനും എനിക്ക് കണക്ക് ചോദിക്കണം എന്ന് വേദയുടെ അടുത്ത് പറയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, എങ്ങനെ മനുഷ്യന് ഇത്ര ക്രൂരനാവാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല വിക്രം. അച്ചാച്ചന് എന്തിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു വിൽപ്പത്രം എഴുതി വെച്ചത് എന്ന് എനിക്കറിയില്ല. ഞാനതൊരിക്കലും എനിക്ക് സ്വന്തമാക്കണമെന്ന് ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ഇനിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇനി എന്തായാലും എനിക്കും ദീപ്തിക്കും അവകാശപ്പെട്ടതാണത്. ഇനി അത് ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. ഞാനൊരിക്കൽ വെല്ലുവിളിച്ച പോലെ ആ MD കസേരയിൽ ഞാൻ എന്തായാലും വിക്രമിനെ കൊണ്ട് ഇരുത്തും എന്നൊക്കെ വേദ ഇങ്ങനെ പറയാണ്. അന്നേരം വിക്രം പറയാണ്, അങ്ങനെയുള്ളൊരു ജീവിതമൊന്നും നമുക്ക് വേണ്ടടോ. നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതം മതി. അപ്പോൾ വേദ പറയാണ്, എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെയുള്ള ജീവിതമാണ് വിക്രം ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ വഴിയെ പോകണം. നിയമത്തിൻ്റെ വഴി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നമുക്കെന്തായാലും വേഗം അനിയൻകുട്ടനെ കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് മൊഴി എടുത്തിട്ട് അച്ഛൻ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കുക എന്നൊക്കെ വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ശരി നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയാണ്. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്, രണ്ട് വീട്ടുകാരും കൂടെ ഒന്നിച്ച് എന്ത് സമാധാനമായിരിക്കും, എന്ത് സന്തോഷമായിരിക്കും ആ ജീവിതം. നമുക്ക് അധികം വൈകാതെ അത്തരത്തിലുള്ളൊരു ജീവിതമൊക്കെ നമുക്ക് കിട്ടുമായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിക്രം വേദയെ ചേർത്ത് നിർത്തി അവരുടെ റൊമാൻറ്റിക് സീനൊക്കെയാണ് കുറച്ച് സമയം കാണുന്നത്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരനും ശ്രീകാന്തും ഒക്കെ ജോബിനെ കൂട്ടിയിട്ട് വരികയാണ് ആ മലമുകളിലേക്ക്. എന്നിട്ട് വണ്ടി സൈഡാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാടാ അവർ എന്നൊക്കെ. അപ്പോൾ ജോബി പറയുന്നുണ്ട്, ഇതാ കാണുന്ന ആ മലയുടെ മുകളിലാണ്, എങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് നടന്നു പോവാമെന്ന് പറയാണ്. അങ്ങനെ അവർ വീടിൻ്റെ മുന്നിലെത്താണ്. എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കും, ഈ കോഴിക്കോടാണോടാ വീട്? അതന്നെ എന്ന് പറയാണ്. അന്നേരം ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, നിൻ്റെ പെങ്ങളുടെ ഒരു യോഗേ, ഈ കാരാഗ്രഹവാസം, അതിൻ്റെ പുറമെ ഇനിയിപ്പം വൈദവ്യ യോഗം കൂടെ ഉണ്ടാവും. എന്തായാലും അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ കളി അവസാനിപ്പിക്കാം.
അങ്ങനെ വാതിലിങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറ്റിയിട്ടുണ്ട് അല്ലടാ. അങ്ങനെ അവർ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ അനിയൻകുട്ടൻ അവിടെ ബെഡിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവർക്ക് കണ്ടിട്ട് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ അനിയൻകുട്ടനെ നോക്കി എല്ലാവരും ചിരിക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് മെല്ലെ അനിയൻകുട്ടനൊന്ന് തട്ടി വിളിക്കുമ്പോൾ അനിയൻകുട്ടൻ പെട്ടെന്ന് തന്നെ ഉണർന്ന് നോക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ മുഖമാണ് കാണുന്നത്. അതിൽ അനിയൻകുട്ടൻ ആകെ പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ് കേട്ടോ. അനിയൻകുട്ടൻ ഇവരെ കണ്ടതും പുളിക്കനെ കൊന്ന കാര്യങ്ങളൊക്കെ അനിയൻകുട്ടൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് മിന്നി മറിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലായി അനിയൻകുട്ടൻ്റെ അസുഖമൊക്കെ മാറിയെന്ന്. അപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, ആ മോനെ കുട്ട, നിൻ്റെ അസുഖമൊക്കെ ഭേദമായില്ലേ? അപ്പം നിനക്കിപ്പം എല്ലാം അറിയാലേ, പുളിക്കനെ കൊന്നത് ആരാണെന്ന് നീ കണ്ടിട്ടുണ്ടാവൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അനിയൻകുട്ടനൊന്നും മിണ്ടണില്ല കേട്ടോ. എന്നിട്ട് ചന്ദ്രശേഖരൻ അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, വാടാ ചേട്ടൻ്റെ അടുത്തേക്ക് വാ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അനിയൻകുട്ടൻ ആകെ പേടിച്ചിട്ട് പറയും, വേണ്ട ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാണ്. എന്നിട്ട് ഒരു ഗുണ്ടൻ്റെ അടുത്ത് പറയും, എടാ ഇവനൊന്ന് എടുത്തേ എന്ന് പറയാണ്. അപ്പോൾ ആ ഗുണ്ട വന്നിട്ട് അനിയൻകുട്ടനെ എടുത്ത് ഒക്കത്ത് വെക്കുകയാണ്. അപ്പോൾ അനിയൻകുട്ടനാണെങ്കിൽ ഇങ്ങനെ കൊതറി മാറ്റുന്നുണ്ട്, വേണ്ട എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് വിക്രമും വേദയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, വിക്രം മാറുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ്. അതിൽ തനിക്ക് നല്ല പങ്കുണ്ട്, അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഭവതി. അടിയൻ വിനീതനായിട്ട് നിന്ന് എല്ലാം അനുസരിച്ചോളാം എന്ന് പറയാണ് കേട്ടോ വിക്രം. അന്നേരം വേദ പറയും, ഓ അത്രയ്ക്ക് വിനയനാവൊന്നും വേണ്ട, അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ് ഗുണ്ടയ്ക്ക് വിക്രം ഗുണ്ടയ്ക്ക് ചേരില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. എന്നിട്ട് അവർ വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ റൂമൊക്കെ വാതിലൊക്കെ തുറന്ന് കിടക്കുന്നത് അവർ കാണുകയാണ്. അപ്പം വിക്രം ചോദിക്കുകയും, വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടല്ലോ, വാതിലടച്ചിട്ടല്ലേ നീ പോയത്? അപ്പോൾ വേദ പറയാണ്, ഞാൻ വാതിലടച്ചതാണല്ലോ, ഇനി അനിയൻകുട്ടനെങ്ങാനും പിറകുവശത്തെ വാതിൽ വഴി പുറത്തേക്ക് വന്നോ? വാ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ അനിയൻകുട്ടനെ പേടിച്ച് വരച്ച് കട്ടിൻ്റെ മൂലക്കിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ അവർ കാണുന്നത്. അപ്പോൾ അവൻ്റെ നിപ്പ് കണ്ടിട്ട് വേഗം വിക്രം ചെന്നിട്ട്, എന്താ അനിയൻകുട്ട, എന്താ കാര്യം, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻകുട്ട ഇങ്ങനെ പേടിച്ച് വരച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയും, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അകത്തേക്ക് വരുന്ന സമയത്ത് വിക്രവും വേദയും ഒന്ന് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയും, ഓ ഞങ്ങൾ വരുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്നിട്ട് ശ്രീകാന്ത് പറയും, വിക്രമേ ഇനി അധികം ബലം പിടുത്തൊന്നും വേണ്ട, വേഗം വണ്ടിയിലേക്ക് കയറാൻ നോക്ക്. എന്നിട്ടൊരു ഗുണ്ടൻ്റെ അടുത്ത് പറയും, ഇവർക്ക് കയറാനുള്ള വണ്ടി എങ്ങെടുത്തോ, വാ പെങ്ങളെ എന്ന് പറഞ്ഞിട്ട് വേദേൻ്റെ കൈ പിടിക്കാൻ പോവാണ്. അന്നേരം വിക്രം ശ്രീകാന്തിൻ്റെ നെഞ്ഞത്തേക്ക് ആഞ്ഞങ്ങോട്ട് ചവിട്ടാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് തെറിച്ചിട്ട് സിറ്റ് ഔട്ടിലേക്ക് കണ്ട് വീണ് പോവാണ്. ഉടൻ തന്നെ വിക്രം ബെഡിൻ്റെ അടിയിൽ ഒരു കത്തി ഇരിപ്പുണ്ടാവും. ആ കത്തി വേഗം എടുത്തിട്ട് ചന്ദ്രശേഖരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് കത്തി കാണിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്താണ്. അത് കണ്ടിട്ട് ശ്രീകാന്ത് ആകെ ഞെട്ടിത്തെറിച്ചിട്ട് വിക്രമിൻ്റെ അടുത്ത് പറയും, വേണ്ട വിക്രം, അച്ഛനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാണ്. അന്നേരം വിക്രം വേഗം വേദൻ്റെ അടുത്ത് പറയാണ് അനിയൻകുട്ടനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ. വേദ ആദ്യം ഒന്നും മടിക്കുന്നുണ്ടെങ്കിലും പിന്നെ അനിയൻകുട്ടനെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. വേദ അവിടുന്ന് പോയതിന് ശേഷം വിക്രമാണെങ്കിൽ ചന്ദ്രശേഖരനെയും കൊണ്ട് പതുക്കെ ഇങ്ങനെ നീങ്ങുകയാണ്. അവർ മറ്റുള്ളവർ തടഞ്ഞു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിക്രം പറയുന്നുണ്ട്, ഒരടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇപ്പോൾ കുത്തി മലർത്തും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആ ഒരു പേടിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വിക്രം പതുക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഒരൊറ്റ ചവിട്ട് ചന്ദ്രശേഖരനെ ചവിട്ടിയിട്ടിട്ട് വിക്രം അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോഴേക്ക് ചന്ദ്രശേഖരൻ പറയും, പിടിയടാ അവരെ പിടിക്ക്, അവരെ ഇനി രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ പിടിക്കാൻ പിന്നാലെ പായുന്ന ആ ഒരു സീനോട് കൂടിയാണ് അത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.